പാകിസ്ഥാൻ സ്ട്രാറ്റജിക് ഡിറ്ററൻസ് എന്താണ്? അവർ പല മിസൈൽ ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ അണുവായുധമുണ്ട്, ഞങ്ങൾക്ക് നോ ഫസ്റ്റ് യൂസ് പോളിസി ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി വളരെയധികം കൂടും. അപ്പോൾ താരിഫ് പ്രശ്നങ്ങൾ കൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ചൈനക്ക് ഇന്ത്യയുടെ വലിയ മാർക്കറ്റുണ്ട്. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് പോയാൽ ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കണ്ടിട്ടുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന് കൂടുതൽ നഷ്ടമുണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മുടെ നഷ്ടം ഇല്ലാതാകുന്നില്ല. പഹൽഗാം ഇഷ്യൂ ഒരു തുറന്ന യുദ്ധത്തിലോട്ട് പോവുകയാണെങ്കിൽ, ഒരു ലാർജ് സ്കെയിൽ യുദ്ധത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം ആയിരിക്കും? പഹൽഗാം ഇഷ്യൂ ഒരു ഫുൾ ഫ്ലഡ്ഡ് വാറിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇന്ത്യക്ക് ആ യുദ്ധത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ സ്ട്രാറ്റജിക് ഡിറ്ററൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ യുദ്ധത്തിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ്. യുദ്ധത്തിൽ സ്ട്രാറ്റജിക് എക്സ്പെർട്സ് ഒക്കെ പറയുന്നതാണ്. സ്ട്രാറ്റജിക് ഡിറ്ററൻസ് എന്ന് പറയുന്നത് നമ്മൾ യുദ്ധം ചെയ്യില്ല, പക്ഷേ നമ്മുടെ ശക്തി മസിൽ ഫ്ലക്സ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മളുടെ ആ ശക്തി കണ്ടിട്ട് ശത്രു യുദ്ധത്തിന് നിൽക്കാണ്ട് തിരിഞ്ഞു പോകും. അതാണ് സ്ട്രാറ്റജിക് ഫ്ലക്സിംഗ് എന്ന് പറയുന്നത്. അല്ല, സ്ട്രാറ്റജിക് പിന്നെ ഡിറ്ററൻസ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ സ്ട്രാറ്റജിക് ഡിറ്ററൻസ് എന്താണ്? അവർ പല മിസൈൽ ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ അണുവായുധമുണ്ട്, ഞങ്ങൾക്ക് നോ ഫസ്റ്റ് യൂസ് പോളിസി ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി വളരെയധികം കൂടുതലുണ്ട്. സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അണുവായുധം ഇവിടെ വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി അണുവായുധങ്ങൾ അഡ്വൈസറിക്ക് എതിരായിട്ട് പ്രയോഗിക്കാൻ നമുക്ക് പറ്റും. അതിൽ നമുക്ക് കരയിൽ നിന്ന് കരയിലേക്കും എയറിൽ നിന്ന് കരയിലേക്കും മെരൈൻ സമുദ്രത്തിൻ്റെ കരയിലേക്കും തൊടുക്കാനുണ്ട്. അതുകൂടാതെ തന്നെ സബ്മറൈൻസിൽ നിന്ന് നമുക്ക് തൊടുക്കാവുന്ന പിന്നെ ആണവ മിസൈലുകൾക്ക് 1000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പാകിസ്ഥാനിലേക്ക് ഒരു ആണവ മിസൈൽ അയക്കാൻ സാധിക്കും. അപ്പോൾ സ്ട്രാറ്റജിക് ഡിറ്ററൻസ് ഉണ്ട്. ഇന്ത്യ തൊട്ട് കുറച്ച് മുമ്പ് നമ്മുടെ റാഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് എയർ ഷോ നടത്തിയിട്ടുണ്ട്, നാവൽ എക്സൈസ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ സ്ട്രാറ്റജിക് ഡിറ്ററൻസിൻ്റെ ഭാഗമാണ്. ഫയർ പവറിൻ്റെ മുമ്പിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പാകിസ്ഥാൻ്റെ കയ്യിൽ എത്ര പിന്നെ ആമിനിഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പിന്നെ ഒരു നോർമൽ യൂസോ അല്ലെങ്കിൽ പിന്നെ നോർമൽ യൂസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർട്ടിലറി ഫയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഷെല്ലുകളുണ്ട്. അതാണ് നമ്മൾ ഈ ആമിനിഷൻ ഷെല്ലൊരു പ്രധാനമായിട്ടാണ്. സ്മോൾ ആംസ്, അങ്ങനെ ഒരുപാട് ആമിനിഷൻ ഉണ്ട്. ഒരു ശക്തമായ യുദ്ധമാണെങ്കിൽ 10 ദിവസത്തിൽ കൂടുതൽ, മാക്സിമം 10 ദിവസം, ശരിക്കും 7 days ആണ് നമ്മുടെ അസസ്മെൻറ്റ്. 10 ദിവസത്തിൽ കൂടുതലുള്ള ആമിനിഷൻ അവർക്കില്ല. പിന്നെ ആമിനിഷൻ പുറത്തുനിന്ന് വരണം. തുർക്കിയിൽ നിന്നോ ചൈനയിൽ നിന്നോ വരാം. തുർക്കിയിൽ നിന്നോ ചൈനയിൽ നിന്നോ വരികയാണെങ്കിൽ അത് നമുക്ക് വഴിക്ക് വെച്ചതിനെ പിന്നെ തടയാൻ സാധിക്കും. സമുദ്രത്തിൽ കൂടി വരാൻ നമുക്ക് ചോക്ക് പോയിന്റുകൾ ഒരുപാടുണ്ട്. പിന്നെ എയറിൽ കൂടിയാണെങ്കിലും വരാനുള്ള ചോക്ക് പോയിന്റുകളുണ്ട്. അവരങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു യുദ്ധം വേണമെന്ന് ആഗ്രഹമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ താരിഫ് പ്രശ്നങ്ങൾ കൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ചൈനക്ക് ഇന്ത്യയുടെ വലിയ മാർക്കറ്റുണ്ട്. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് പോയാൽ ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഒരുപാട് സെനാരിയോ നിലനിൽക്കുന്ന സാഹചര്യം. ഒരു യുദ്ധം ഒരു രാജ്യത്തും നല്ലതല്ല. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ യുദ്ധത്തിന് ഇന്ത്യ തയ്യാറാണ്. ഇനി നമ്മുടെ യുദ്ധത്തിൽ സമാധാനം ഉണ്ടാവില്ല, പക്ഷേ യുദ്ധം ആണ് സമാധാനം കൊണ്ടുവരുന്നതെന്നൊരു തിയറി ഉണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞാൽ ശത്രുവിൻ്റെ നടു ഒടിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ടിരിക്കാമല്ലോ, അന്നൊരു തിയറിയും കൂടിയുണ്ട്. അപ്പോൾ ഒരു യുദ്ധം, എല്ലാ യുദ്ധങ്ങളും രാജ്യങ്ങൾക്ക് നമുക്ക് കുറച്ച് കാഷ്വാലിറ്റി, ഇപ്പോൾ കാർഗിൽ യുദ്ധം ഉണ്ടായ സമയത്ത് നമുക്കും കാഷ്വാലിറ്റി ഉണ്ടായി. നമുക്ക് ഒരു സ്ട്രാറ്റജിക് ഒരു സർപ്രൈസ് തന്ന ഒരു സാധനമാണിത്. സ്ട്രാറ്റജിക് സർപ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമുക്ക് ശത്രുവിനെ നേരിടേണ്ടി വന്നൊരവസ്ഥ. നമുക്കത് സെറ്റ് ബാക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ യുദ്ധത്തിൽ വിജയിച്ചു എന്നുള്ള സത്യമാണ്. വിജയിച്ചെങ്കിലും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു നാരോ ആയിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന് കൂടുതൽ നഷ്ടം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മുടെ നഷ്ടം ഇല്ലാതാകുന്നില്ല. അപ്പോൾ ഇന്ത്യക്ക് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിലും ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ വലിയ ഫയർ പവർ ഉണ്ട് എങ്കിലും യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാവട്ടെ എന്ന് തന്നെയായിരിക്കും ഇന്ത്യയിലെ ഭരണാധികാരികളൊക്കെ ചിന്തിക്കുന്നത്.